നല്ല മനുഷ്യനായിരുന്നു ആള്. ആള് നല്ല ആക്റ്റീവ് മനുഷ്യനായിരുന്നു. ഈ വഴിയില് ഒരു എന്താ പറയാ, എന്നും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. ആളുടെ വൈഫായിരുന്നു ഞങ്ങളുടെ കൂടെ മാതൃവേദിയിലുള്ള ഒരാളായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം തന്നെയായി കേൾക്കാൻ. ചികിത്സക്ക് പോയപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത്. ഞങ്ങളങ്ങനെയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചികിത്സക്ക് പോകുന്നതൊക്കെ. ഇവിടെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ കാരണം അതിനെ പറ്റി അങ്ങടെ അധികം ഇപ്പൊ പോവാറില്ല. പക്ഷെ രാവിലെ ഒന്നും പള്ളിയിലേക്ക് പോകണ ആൾക്കാർ അവരെല്ലാവരും. പിന്നെ അമ്മയായിട്ട് കൂട്ടൊക്കെ ഉണ്ട്. ഞങ്ങള് ആ വഴിക്കൊക്കെ നടക്കാൻ പോണത്, വൈകിട്ട് നടക്കാൻ പോണത്. ഇപ്പൊ കുറെ നാളായിട്ട് നടക്കലില്ല, അതുകൊണ്ട് അറിയില്ല. പിന്നെ മോളൊക്കെ നല്ല ആക്റ്റീവാണ് ഷൈൻചാളോട്. സഹായ കമ്മിറ്റി തന്നെയാണ്. സഹായിക്കും. എപ്പോഴും പള്ളിയിൽ പോകുമ്പോ എന്നും രാവിലെ പള്ളിയിൽ പോണ അല്ല, രാവിലെ അല്ല, ഉച്ചരിഞ്ഞിട്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോ അവര് കാറിലാവും പോകുന്നുണ്ടാവും. അപ്പൊ ഞാനൊക്കെ നടന്നു പോകുമ്പോ അപ്പൊ നിർത്തും, കാർ നിർത്തും. ഞങ്ങളെ 1-2 ആൾക്കാർ നടന്നു പോണവരുണ്ട്. അപ്പൊ അവര് നിർത്തിയിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകും. അതിനൊക്കെ നല്ല സഹായം എല്ലാം ചെയ്യണം. നിങ്ങളുടെ അപ്പയിലൂടെ ആർക്കും അങ്ങനെ സഹായിക്കാൻ സഹായിക്കുന്ന ആളാണ്. ഞാൻ കുറച്ച് ദിവസം കാണാറില്ല. മറ്റത് കാറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ മുമ്പ് കൊണ്ടുപോകും. കാറ് വന്ന് നിർത്തിയിട്ടാവും കയറുന്ന് പറയാ. അപ്പൊ ഞാൻ വല്ല കാറ് ഒരു സ്ലോ ആക്കുമ്പോൾ വിചാരിക്കും തക്കചേട്ടനാണോ വരുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അത് കുറച്ച് ദിവസം ഇപ്പൊ കാണാറില്ല. അങ്ങനെ പോയി എന്താന്നുള്ളത്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നിങ്ങളൊന്നും അറിയാറില്ല. അവരങ്ങനെ കാറിൽ പോകും, അങ്ങനെ അല്ലാതെ കണ്ട് അങ്ങനെയുള്ള അതൊന്നുമില്ല. ദാനധർമ്മമാണ്. പിന്നെ പള്ളിയില് എല്ലാവർക്കും ഇപ്പൊ സിനിമ നടന്റെ അച്ഛൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഇവിടെ ഷൈൻ ചാക്കോനെ അന്വേഷിച്ച് കുറെ ആൾക്കാർ വരലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോ നല്ല ഞങ്ങൾക്ക് തന്നെ ഒരു എൻജോയ്മെന്റാണ്. നടണ്ട് എന്ന് പറയുമ്പോ നമുക്കതൊരു സന്തോഷമായിരുന്നു. പിന്നെ ആള് ഈ പറഞ്ഞ പോലെ മോനങ്ങനെ ഇതില്ലെങ്കിലും വൈഫിനോടും അച്ഛനോടൊക്കെ, അച്ഛനെ ഞാനധികം പരിചയം ഇല്ലെങ്കിലും അച്ഛനൊക്കെ പരിചയമുണ്ട്. അവര് വൈകിട്ടാണ് കമ്പനിക്കാരാണോ? വൈകിട്ട് പള്ളിയിലേക്ക് പോണ ആൾക്കാരൊക്കെയാണ് വരുന്നു, സ്ഥിരം പോണവരാ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ആളുടെ അമ്മ ഈ പറഞ്ഞ പോലെ എന്റെ കൂടെ മാതൃസംഘത്തിലുള്ളതാ. എല്ലാ ശനിയാഴ്ചയാണ്. ഇന്നാണ് മീറ്റിംഗ് അതിന്റെ. പക്ഷെ എനിക്കിപ്പോ കുറെ നാളായിട്ട് പോവാൻ പറ്റാറില്ല. മക്കളുടെ കാര്യം, പിന്നെ മോള് ഡാൻസ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പൊ പോവാൻ പറ്റാറില്ല. പിന്നെ മോളുടെ കല്യാണവും നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. മോളുടെ കല്യാണത്തിന്, ധാരാള മോളുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സിനിമ പിടുത്തം പോലെയായിരുന്നു കല്യാണമൊക്കെ. അതൊക്കെ നമ്മള് ഇന്നേ വരെ നമ്മൾ ഇത്രയും അടുത്ത് ഒരു സിനിമ ആ ഒരു കല്യാണപ്പിടുത്തം അതൊക്കെ നല്ല ആദ്യത്തെ അനുഭവമാണ്. നല്ല രസമായിരുന്നു. പിന്നെ അവരെ വീട് കുറ്റൂശയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടഞ്ഞ ഭക്ഷണം അവരുടെ ബന്ധു തന്നെ അവിടെ അനിയത്തിയ ചേച്ചിയുടെ വീടാണ്. അവിടെ 2 മക്കളും. ചേട്ടൻ മരിച്ചല്ലോ? രണ്ട് പെൺകുട്ടികളാ. ഭാര്യയുടെ ചേർത്തിയാണ് ഇവിടെ ഓപ്പോസിറ്റ് വീടുള്ളത് താമസിക്കണേ. അനീത്യ അനീത്യ 2 പെൺകുട്ടികളാ. അയാള് ഭർത്താവ് മരിച്ചു. അപ്പൊ അവരിവിടെ വന്ന് സ്ഥലം മേടിച്ചിട്ട് വീട് പണിതിട്ട് ഇവിടെ സെറ്റായി. 2 കുടുംബം അടുത്തടുത്ത് തൊട്ടായില്ലോ. അപ്പൊ അവർക്കൊരു സൗഹാർദ്ദം കൂടുതലായി. അടുത്തവൻ്റെ ആൾക്കാരെ അടുത്തടുത്തുണ്ടല്ലോ. അങ്ങനെ ചാക്കോ ചേട്ടന്റെ സുഹൃത്താണല്ലോ. അപ്പൊ ചാക്കോ ചേട്ടനെ പറ്റി എന്തെങ്കിലും ഒന്നും? ചാക്കോ ചേട്ടനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഉപകാരിയായിട്ടുള്ള ഒരു പരിപാടി മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഒരാളെ ഉപയോഗിക്കാൻ പോവുക അങ്ങനെയുള്ള പരിപാടിക്കൊന്നുമില്ല. ആളില്ല.